കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനം ധ്യാനിക്കേണ്ടതിനായി 51 സങ്കീർത്തനം 6 വാക്യം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളോടും സാഹചര്യങ്ങളോടും ഇടപെടുവാൻ നാം ദൈവത്തോട് ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ മനസ്സിനോടും മറ്റാർക്കും അറിയുവാൻ കഴിയാത്ത നമ്മുടെ അകത്തെ മനുഷ്യനോടും ഇടപെടുവാനും നമ്മുടെ അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാനും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകുവാനും നമ്മുടെ അകത്തെ മനുഷ്യന്റെ രൂപാന്തരത്തിന് നമ്മൾ ഏറ്റവും മുൻതൂക്കം കൊടുക്കുവാനും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഒരു ദൈവപൈതൽ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ്. അനുദിനം വിശുദ്ധീകരണത്തിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്ക്, നന്മയിൽ നിന്ന് നന്മയിലേക്ക്, അഥവാ ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള ഒരു വലിയ ദൈവിക പദ്ധതിക്കകത്ത് നാം ഉൾപ്പെട്ടു നിൽക്കുകയാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ, അഥവാ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഉള്ളിലെ വികാര വിചാരങ്ങളെ മറ്റാർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത നമ്മുടെ ഭാവങ്ങളെ, ചിന്തകളെ, നിരൂപണങ്ങളെ, ഉൾപ്പൂവുകളെ ദൂരത്തു നിന്ന് നോക്കി അറിയുകയും അവയെല്ലാം തൻ്റെ ചിന്തകളോട് അനുരൂപമാക്കുവാനും ആഗ്രഹിക്കുന്ന നമ്മുടെ പിതാവ്. ഈ രഹസ്യം മനസ്സിലാക്കിയ ഭക്തന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 26 സങ്കീർത്തനം 2 വാക്യം. സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു: യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. ഒരുപക്ഷെ നമുക്ക് തന്നെ നാം ആരാണെന്നോ നമ്മുടെ കുറവുകൾ എന്താണെന്നോ അറിയുവാൻ കഴിയാത്ത ഇടങ്ങളിൽ സകലതും അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളെയും ഉൾപ്പൂവുകളെയും പരിശോധിച്ച് അറിഞ്ഞ് നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ അന്തരംഗത്തിന് മാറ്റം വരുത്തുവാൻ ദൈവകരങ്ങളിൽ നാം ഏൽപ്പിക്കുവാൻ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ശുദ്ധമായ അന്തരംഗവും ഇന്നലകളിലെ നിർമ്മലമായ നടപ്പും ദൈവസന്നിധിയിൽ നമുക്കത് പ്രാഗൽഭ്യമാണ്. രാജാക്കന്മാരുടെ 2 പുസ്തകം 20 അധ്യായം 4 വാക്യത്തിൽ മരിക്കും എന്നുള്ളൊരു ദൂത് കേട്ടിട്ട് പ്രാർത്ഥിക്കുന്ന രാജാവായ ഹിസ്കിയാവ് ഇപ്രകാരം ദൈവത്തോട് പറഞ്ഞു: അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ഇന്നലകളിൽ എൻ്റെ നടപ്പ് നിർമ്മലമായിരുന്നുവെന്നും ഞാൻ ശുദ്ധ ഹൃദയത്തോടെ നിന്റെ മുമ്പിലായിരുന്നുവെന്നും ആ ഭക്തൻ
ദൈവത്തോട് ഉറക്കെ നിലവിളിച്ചു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയച്ച് അവൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ നീട്ടിക്കൊടുത്തു. 2 കൊരിന്ത്യർ 1:12 പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സാക്ഷ്യം ഓർപ്പിക്കുന്നു. അതിപ്രകാരമാണ്: ഞങ്ങൾ ലോകത്തിൽ, വിശേഷാൽ നിങ്ങളോട്, ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ, നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശംസ മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾക്കകത്ത് നാം എത്രത്തോളം ഹൃദയ നിർമ്മലതയോടെ, ശുദ്ധ മനസ്സാക്ഷിയോടെ, ജീവിത വിശുദ്ധിയോടെ ഇടപെട്ടു എന്നുള്ളതാണ്. ഇതിനുവേണ്ടി നമുക്ക് ബലം തരുവാനും നമ്മെ സഹായിപ്പാനും നമ്മുടെ അപ്പൻ ഒരുക്കമാണ്. യിരെമ്യാ പ്രവചനം 31:33 കർത്താവ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന, തൻ്റെ നിയമത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിത്തരുന്ന, തൻ്റെ ആത്മാവിനാൽ നമ്മെ സ്ഥിരപ്പെടുത്തുന്ന, നമ്മുടെ അന്തരംഗങ്ങളെ ശോധന ചെയ്ത് മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ നമുക്ക് പറഞ്ഞു തരുന്ന, നമ്മുടെ വിശുദ്ധീകരണത്തിനും നാളെ വെളിപ്പെടുവാനുള്ള തേജസ്കരണത്തിനുമായി നമ്മെ ഒരുക്കുന്ന നമ്മുടെ അപ്പൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.